സഹൃദയരായ കലാസ്നേഹികളെ, ഇതാ ഞങ്ങൾ വീണ്ടും 2 മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നു. രാമൻകാവ് തിയേറ്റേഴ്സിന് വേണ്ടി കൂതറ വാട്സപ്പ് കൂട്ടായ്മ അണിയിച്ചൊരുക്കുന്ന ഈ സ്കിറ്റിന്റെ പേരാണ് ഉയർന്ന ചിന്താഗതിയും മൂഞ്ചിയ ജീവിതവും. അടുത്ത ബെല്ലോട് കൂടി ഈ സ്കിറ്റ് ആരംഭിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ. സന്ധ്യാ പ്രവർത്തത്തെ ഉദ്ദിഷ്ട നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉദ്ദിഷ്ട നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. നീനു 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 എഴുന്നേക്ക്. നേരം വെളുത്തുന്നാ തോന്നുന്നേ. വീട്ടിക്ക് പോണ്ടേ? എഴുന്നേക്കുന്നേ. ചീക്ക് എഴുന്നേക്ക്. പോയി യോഗയൊക്കെ ഒന്ന് ചെയ്യേ. അന്നേരം ഞാനങ്ങ് വന്നേക്കാം. ശരി, ഞാൻ എഴുന്നേക്കട്ടെ. ഇതാണ് ഞാൻ പറയുന്ന കഥയിലെ നായകൻ. സ്വന്തമായിട്ടൊരു ദേശവും അവിടെ തൻ്റെതായ രാജ്യ നിയമങ്ങളും ഉണ്ടെന്നൊക്കെ സ്വയം പറയുന്നതെങ്കിലും രാമൻകാവ് ദേശത്ത് ചെല്ലുന്നവർക്കറിയാം യഥാസ്ഥിതി. മദ്യത്തിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് 3 മണിക്കൂർ ക്ലാസ് എടുക്കുകയും എന്നാൽ ഒറ്റയ്ക്കിരുന്ന് 3 അടിക്കുകയും ചെയ്യുന്ന ഒരു മൂഞ്ചിയ സ്വഭാവം ഈ നായകനുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ആളെ കാണാൻ ഒരു പാവമായി തോന്നുമെങ്കിലും മാടപ്രാവിന്റെ ഹൃദയവും മുട്ടനാടിന്റെ സ്വഭാവവുമാണ് പിന്നാമ്പുറ ചാർച്ചകൾ. സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ എന്ത് പരീക്ഷണവും നടത്തുന്ന നമ്മുടെ നായകനെ വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഒരു വീക്ക്നസ് ആണേ. നമ്മൾ ആരെങ്കിലും വണ്ടി തട്ടി ഒരു ആവശ്യത്തിന് ഈ മനുഷ്യനെ വിളിച്ചാൽ നമ്മുടെ ശവടക്കം കഴിഞ്ഞ് 16 അടിയന്തരത്തിന്റെ അന്ന് കുളിച്ചു സുന്ദരനായി എഴുന്നള്ളുകയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കൂടെ കുടിക്കോളൂ. നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. ഈ നായകനെ കുറിച്ച് ഒത്തിരി കഥകൾ പറയാനുണ്ട് കേട്ടോ. ദൈവമേ, ഇവൾ ഇന്നലെ എന്റെ ബെൽറ്റൂരിയോ? എന്റെ ഭഗവാനെ, എനിക്ക് ഇങ്ങനെ എന്തിനാ ഒരു ജീവിതം? എത്ര ബെൽറ്റ് കെട്ടി ഉറങ്ങിയാലും നേരം വെളുക്കുമ്പോൾ ഇതെല്ലാം ഊരിയാണല്ലോ കാണുന്നത്. ശിവ ശിവ, എന്റെ ഭഗവാനെ, അവിടുന്ന് എനിക്ക് ബാല്യം തന്നു. 15 വർഷം കഴിഞ്ഞ് അങ്ങ് തിരിച്ചെടുത്തു. കൗമാരം തന്നു. 10 വർഷം കഴിഞ്ഞ് അതും തിരിച്ചെടുത്തു. നല്ലൊരു ഭാര്യയെ തന്നു. ഭഗവാനെ, ദേ അവള് വരുന്നുണ്ട്. എല്ലാം മായ്ച്ചടാ. ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ഭഗവാനൊന്നും കേട്ടിട്ടുമില്ല. ഇതാണ് ഞാൻ പറയുന്ന കഥയിലെ നായിക. ഓരോ പ്രഭാതത്തിലും കണ്ണു തുറക്കുന്നത് തന്നെ ഇന്ന് എവിടെ ടൂറ് പോകാം, എത്ര റീൽസ് എടുക്കാം എന്ന് മാത്രമാണ് നമ്മുടെ നായികയുടെ ചിന്ത. നമ്മുടെ നായികയെ കുറിച്ച് ഒരു പാട്ട് തന്നെ ഈ ഇടയ്ക്ക് എഴുതപ്പെട്ടിട്ടുണ്ട് കേട്ടോ. വയലാർ എഴുതുവോ ഇതുപോലെ? നമ്മുടെ നായികയുടെ പ്രണയ വർണ്ണങ്ങൾ ദുബായ് മരുഭൂമിയിലെ ഓരോ ഒട്ടകങ്ങൾക്കും അതുപോലെ ഓരോ മണൽത്തരികൾക്കും പറയാനുണ്ട് എന്നാണ് നമ്മുടെ നായകൻ പറയാറ്. അതെന്തുമാകട്ടെ, നമുക്ക് തിരിച്ച് കഥയിലോട്ട് പോകാം. നമുക്കതാണല്ലോ ഇഷ്ടം. എന്താ ചിക്കു പതിവില്ലാതെ ഒരു പ്രത്യേക പ്രാർത്ഥനയൊക്കെ? അതോ, എന്റെ സ്നേഹനിധിയായ ഭാര്യയ്ക്ക്
ആയുസ്സും ആരോഗ്യവും കൂട്ടി നൽകണേ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ചീക്കു, ഈ ഭഗവാന്മാരുടെ രൂപങ്ങളിലേക്കൊന്ന് നോക്കിക്കേ. ശിവന്റെ കയ്യില് ശൂലമുണ്ട്, വിഷ്ണുവിന്റെ കയ്യില് ചക്രമുണ്ട്, രാമന്റെ കയ്യിലാണെങ്കിൽ അമ്പും വില്ലും ഉണ്ട്. ഈ കൃഷ്ണന്റെ കയ്യിൽ മാത്രം ഒന്നുമില്ലല്ലോ. ആര് പറഞ്ഞു ഒന്നുമില്ലാന്ന്? കൃഷ്ണന്റെ കയ്യിലല്ല ഓടക്കോയിലുള്ളത്. മറ്റുള്ളവരുടെ കയ്യിലെല്ലാം ആയുധങ്ങളാണല്ലോ. ആ അതോ, കൃഷ്ണനെ പോലെ സ്നേഹിച്ച് നടക്കുമ്പോൾ ഒരു ഓടക്കോയിൽ മാത്രം മതി. മറ്റുള്ള ഭഗവാന്മാരെല്ലാവരും വിവാഹം കഴിച്ചവരാണ്. വിവാഹം കഴിഞ്ഞാല് ആയുധമില്ലാതെ ഭഗവാന്മാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അയ്യോ ശിവ ശിവ, ഭഗവാന്മാരെ കുറിച്ചൊന്നും അങ്ങനെ പറയല്ലേ. ആ ഭഗവാന്മാരൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. എന്ത് പറ്റി ചീക്കു? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ രാത്രി ഉറക്കത്തിൽ എന്തിനാ എന്റെ ബെൽറ്റെല്ലാം ഊരുന്നത്? അയ്യോ ചീക്കു, ഞാനത് പറയാൻ മറന്നുപോയി. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു ചീക്കു. എന്നെ ബാങ്ക്സുകാരുടെ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്ത് ഞാൻ അവിടെ ചെന്നു. അപ്പൊ അവരെന്നോട് ഒരു പേഷ്യന്റ് റേഡിയോഗ്രാഫി ചെയ്തത് ഡെമോ കാണിക്കാൻ പറഞ്ഞതായിട്ട്. എന്ത് ചീക്കു, എന്റെ പ്രൊഫഷൻ ഇതായി പോയില്ലേ? ബെൽറ്റ് വരാതെ ഞാനിങ്ങനെ സ്കാൻ ചെയ്യണേ. അപ്പോ നീ എന്നും ഈ സ്വപ്നം തന്നെയാണോ കാണുന്നത് നീനുമോളെ? സ്വപ്നല്ലേ ചീക്കു, ഞാൻ എന്ത് ചെയ്യാനാ? എന്തായാലും നീ റേഡിയോഗ്രാഫറായി നന്നായി. എന്റെ ദൈവമേ, പ്രസവ വാർഡിലെങ്ങാനോ ജോലി ചെയ്തിരുന്നെങ്കിൽ വൈകുന്നേരം ഒരു പെഗ് കഴിച്ചിരിക്കുമ്പോ എന്റെ വയറ് കയറി നോക്കിയായിരുന്നു. അയ്യോ സമയം 7 മണിയായി. ഞാൻ കണ്ണില് മരുന്ന് ഒഴിക്കുന്ന കാര്യം മറന്നല്ലോ. ചിക്കു, ഈ കണ്ണില് മരുന്നൊന്നും ഒഴിച്ചെന്നേ. ആ മരുന്ന് ഒഴിച്ചു. ഇനി പയ്യെ കണ്ണു തുറന്നേ. ചിക്കു എന്തിട്ടേ പറയണേ? അരമണിക്കൂർ നേരത്തേക്ക് എന്നോട് കണ്ണ് തുറക്കാൻ പാടില്ലെന്നാ GP എന്നോട് ഡോക്ടർ പറഞ്ഞേക്കണേ. എന്നാ നീനുമോളെ, നീ നിന്റെ വായും കൂടി ഒന്ന് തുറന്നേ. അതെന്തിനാ ചിക്കു? അല്ല, നീ മരുന്ന് ഒഴിക്കുവാണെങ്കിൽ അരമണിക്കൂർ നേരത്തേക്ക് നീ ഉണ്ടായിരിക്കുമല്ലോ. ചിക്കു, ഓ മനുഷ്യന്റെ കണ്ണ് നേരിയിരിക്കുന്ന ഒരു തമാശ. അതെ, നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ രണ്ടും വിവാഹത്തിന് മുമ്പ് പ്രേമിച്ച് നടന്ന സമയത്ത് ഇവളുടെ അമ്മാവൻ അന്ന് എന്നോട് പറഞ്ഞതാ, നീ കളിക്കുന്ന കളി നല്ലതല്ല, നാശത്തിലേക്കാണ് നിന്റെ പോക്കുന്നത്. അന്നത്തെ ആ ചോരത്തിളപ്പിൽ ഞാൻ ആ ഭീഷണിക്ക് വഴങ്ങിയില്ല. ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത്, അന്ന് ആ പാവം ദീനയുടെ അമ്മാവനെ ഭീഷണിപ്പെടുത്തിയതല്ല, സ്നേഹം കൊണ്ട്, ആ മനുഷ്യൻ സ്നേഹം കൊണ്ട് പറഞ്ഞതാണെന്ന്. അയ്യോ, എന്റെ കണ്ണ് നേരുന്നു. എന്റെ കണ്ണൊന്ന് തുറന്നു കിട്ടിക്കോട്ടെ. എവിടെ ചിക്കു നിൽക്കണേ? ആ ലീമോളെ, ഞാൻ ദേ മുമ്പിൽ തന്നെയുണ്ട്. വായോ. ആ പോട്ടെ, മുമ്പോട്ട് പോട്ടെ. അവിടെ കുഴിയൊന്നുമില്ല, മുമ്പോട്ട്. സത്യം പറ, എനിക്ക് ഞാൻ കണ്ണു തുറക്കും. അയ്യോ, തുറക്കരുത്, കണ്ണ് തുറക്കരുത്. നിങ്ങള് അരമണിക്കൂർ ആയിട്ടില്ല, 1 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് വാ. എന്റെ ശിവനെ, കണ്ണു തുറന്നത് നന്നായി. കളഞ്ഞ് ആ ഷോ അങ്ങ് പോയി. ആ പോകും. ഇപ്പൊ ഞാനെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി തന്നാ മതിയല്ലോ. കല്യാണത്തിന് മുമ്പ് എന്തായിരുന്നു സ്നേഹം കൊണ്ട് നിന്നെ വീർപ്പുമുട്ടിക്കും, എല്ലാ സിനിമയും കാട്ടിത്തരാം, എന്നും പുറത്തു പോയി ഭക്ഷണം മേടിച്ചു തരാം, എന്തൊക്കെയായിരുന്നു. ഇപ്പൊ എന്തായി? അതിന് നമ്മള് കല്യാണം കഴിക്കുന്ന ഞാൻ വിചാരിച്ചില്ലല്ലോ. ഞാൻ ഓർത്തത് അന്നത്തെ ആ മരുഭൂമിയിലെ പൊടിക്കാറ്റ് പോലെ ഇതും വന്നതുപോലെ അങ്ങ് പോകുന്ന വിചാരിച്ചത്. അമ്മേ, ആ അത് എനിക്ക് വിശക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആയോ? അമ്മപ്പ വരാട്ടാ. ഇവിടെ നാടകം കളിച്ചിരിക്കാണ്ട് ഈ വെജിറ്റബിൾ ഒന്ന് അരിഞ്ഞേക്ക് ചിക്കു. എനിക്കാണെങ്കിൽ ബീനാനോളിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ഈവനിങ് 3 റീൽസ് എടുക്കാന്നാ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കണത്. വേഗം പച്ചക്കറി അരിഞ്ഞേ, ഞാനൊരു റീൽസ് കാണട്ടെ. Donake deklu toy noni sina mun ke chinna, suna ke chinna, bana ke chinna, mun su chinna. Don nai bali mor pake mun tar ka de ogiga, don
সিনা মন নাই তাতে তুই জানি না পারি ওকে বিনা মিশা চকি দিল নাই কেড়ে কথা করে দিল ওই গাজাই করি আতলা বেলে কেনতা পছন্দ রে নুনে চি 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 রে নুনে চি 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 রে নুনে চি রে চি রে চি 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 রে নুনে ചി 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 രെ നുനെ ചി ചീക്കു വാ നമുക്കൊരു റീൽസ് എടുക്കാം. കുച്ചിന് മാറ്റാടേക്ക് കുച്ചിന് മാറ്റാടേക്ക് ഇതെന്താ ചീക്കു ഡാൻസ് കളിക്കേ? ശരീരം നനങ്ങട്ടെ. ഇത് ചുമ്മാ വാഴപ്പിണ്ടി പോലെ ഒരു വികാരവും ഇല്ലാതെ നിൽക്കുകയാണ്. ഇതിലും ഭേദം പുറത്തെ മരത്തിൽ കിടഞ്ഞ റീൽസ് എടുക്കുക. അത് കാറ്റ് വരുമ്പോഴെങ്കിലും അറിഞ്ഞു. ദേ ചീക്കു ആ കത്തിങ് തന്നെ, എന്നിട്ട് പോയി ആ ഡോറ് തുറക്കണം. പിന്നെ ആര് വന്നാലും അധികം വർത്താനം പറയാനൊന്നും നിൽക്കണ്ട. വേഗം വന്ന പച്ചക്കറി അരിഞ്ഞേക്കാം. ആദ്യം അങ്ങോട്ട് ചെന്ന് ഡോറ് തുറക്ക് ചീക്കു. ഇനിമോളെ ഇത് നോക്കിയേ, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന്. ദേ ലതികയും പ്രദീപും വന്നു. ആ ലതു കേറിവാ, പ്രദീപേ കേറിവാ. ശ്രീയേട്ട് ഇന്നലെ പറഞ്ഞുള്ളൂ റെക്സിന്റെ കാര്യം ഇവിടെ. ദേവതക്കാരി പറഞ്ഞില്ല, അവൻ കൊല തുടങ്ങി. അയ്യോ ലീനേച്ചി, ഞാൻ റെക്സിന്റെ ഫുഡ് എടുക്കാൻ മറന്നോട്ടോ. ഇവിടെ അടുത്ത് കട വല്ലതും ഉണ്ടോ അവന് കുറച്ച് ഫുഡ് വാങ്ങാനായിട്ട്? അത് സാരില്ല, ശ്രീയേട്ടനല്ലേ ഇവിടെ ഉള്ളത്. നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കും. എനിക്കാണെങ്കിൽ ഇന്നൊരു ഈവനിങ് ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ചിക്കു എന്താ ഇവിടെ തപ്പുന്നേ? ഞാൻ ആ ഗ്ലൗസ് നോക്കുവായിരുന്നു. ഡ്രഗ്സ് വന്നില്ലേ, ഇനിയിപ്പോ എന്റെ പണി അവനെ നോക്കുന്നതാണല്ലോ. അയ്യോ ഒന്ന് മിണ്ടാതിരിക്കേ, അവര് കേൾക്കും. അയ്യേ അതെ, അവർ കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ ഉറക്കെ പറയുന്നു. വയറിളക്കം ഉള്ളപ്പോൾ മാത്രം റെക്സിനോടെ കൊണ്ടുവരുന്നു. ഈ റെക്സിന്റെ പുറകെ നടന്ന് പണിയുന്നത് അപ്പുറത്തെ കെയർ ഹോമിലെങ്ങാനും ഞാൻ പോയി പണിയുവാണെങ്കിൽ മണിക്കൂർ എനിക്ക് പൗണ്ടെങ്കിലും കിട്ടും. ഇനി അതെങ്ങാനും ചാടിപ്പോയാ ആ രാജീവിനെ വിളിക്കേണ്ടത്. പണ്ടൊരു സഹായത്തിന് വിളിച്ച കാര്യം കഴിഞ്ഞ മാസം കാത്തുവിന്റെ പരിപാടിക്ക് എല്ലാവരും പറഞ്ഞു. ചിക്കു ഇതേ റെക്സ് വിളിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് വാ. ഓ, ഒരു കാറ്റ് വന്ന് ഒരു ഫ്ലവർ എങ്ങാനും ഒടിഞ്ഞു പോയാൽ ആ കാറ്റിനെ പോലും തെറി വിളിക്കുന്നത് അവള്. ഇതിപ്പോ സ്വന്തം അനുജത്തിയുടെ പട്ടിയായി പോയില്ലേ, ഒരു പരാതിയില്ല. ഭഗവാനെ, കടയിൽ നിന്ന് തീറ്റ കിട്ടിയാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ എന്റെ അത്താഴം മുടങ്ങും. ഹലോ ലീന. ആ ബീന പറയടി. എടാ ഞാനൊരു കാര്യം പറയട്ടെ. അതെ, ഇന്ന് എന്റെ ബർത്ത്ഡേ ഇവിടെ നടത്താനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ നോയലിന് അർജന്റായിട്ട് ചീട്ട് കളിക്കാൻ പോണം. അതുകൊണ്ടേ ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് വരുവാ. അതിനെന്താ, നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് പോരും, നമുക്ക് ഇവിടെ തകർക്കാനേ. ഞങ്ങൾ എല്ലാരും കൂടെ സാരി എടുത്താ വരുന്നത്. എന്നിട്ട് നമുക്ക് കുറെ റീൽസ് എടുക്കാം. ശ്രീയേട്ടാ, ഈ മൊബൈൽ എടുത്ത് എന്റെ കൂടുതൽ ഫ്രണ്ട്സിന്റെ എൻ്റെ ഒന്ന് വീഡിയോ എടുത്തേ, ഞങ്ങൾക്ക് റീൽസ് എടുക്കാനാണ്. Baby, 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 baby,
നമ്മുടെ ശ്രീയേട്ടനെ ഒരു കവിയാണ്, കവി. ശ്രീയേട്ട, ആ കവിത ഒന്ന് പാടാമോ? ഒന്ന് പാടു ശ്രീയേട്ട, ഞങ്ങൾക്ക് വേണ്ടി പ്ലീസ്. ഒന്ന് പാടൂന്നേ. സൗകര്യം വഴി നിന്നും അമൃതമായി എന്റെ ആരാധന ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാണയ എന്നിവയൊക്കെ നൽകി എന്റെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ രക്ഷിക്കുന്നു. രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്ന് പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. നിമ്മടിത്തട്ടിലെ വൈഭവം കാണുന്ന ഞാൻ, നീ എത്ര സുന്ദരി ഹരിത മനോഹരി, നിന്നാത്മശുദ്ധികളാണിതെല്ലാം. നിമ്മടിത്തട്ടിലെ വൈഭവം കാണുന്ന ഞാൻ, നീ എത്ര സുന്ദരി ഹരിത മനോഹരി, നിന്നാത്മശുദ്ധികളാണെല്ലാം. നിന്നിലും കയ്യിലെ ഓരിലും പൂപ്പതിൽ കാമ്പർക്കെന്ന് മോണമല്ലോ. ജന്മ സുഹൃത്താൽ എന്റെ നേടിയാളാണ് നീ വാസിച്ചു. അയ്യോ, റെക്സിന് എന്താ പറ്റി? ഞങ്ങളുടെ റെക്സിന് എന്താ പറ്റിയേ? റെക്സിനൊന്നും പറ്റിയില്ല. ശ്രീയേട്ടനെ ഒരു കവിത പാടിയതാ. ആ, ശ്രീയേട്ടൻ ഇങ്ങനെ കവിതയും പാടി ലീനേച്ചി ഇവിടെ റീൽസും എടുത്ത് നടന്നു. നമ്മുടെ അഞ്ചുമോളുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന്, നമുക്ക് പോകണ്ടേ? ആ, പറഞ്ഞതുപോലെ ഇന്ന് അഞ്ചുമോളുടെ ബർത്ത്ഡേ ആണല്ലോ. ഓ, നമ്മൾ ആ കാര്യം മറന്നുപോയില്ലേ? ഈ റീൽസ് എടുത്തെടുത്ത് ഓരോ കാര്യങ്ങൾ മറന്നു പോകാണല്ലോ. ഷോ, വേഗം റെഡിയാവും. നമുക്ക് എല്ലാവർക്കും കൂടി വേഗം പോണം. ഹലോ, അഞ്ജലി എന്തേ? അഞ്ജലിയോട് ഇങ്ങോട്ട് വരാൻ പറയും. ഇങ്ങോട്ട് വരാൻ പറ, അഞ്ജലിയോട് ഇങ്ങോട്ട് വരാൻ പറയും. അമ്മച്ചി ഇവിടെയുണ്ട്. ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. ഇന്ന് നമ്മുടെ അഞ്ചുമോളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നിങ്ങളെല്ലാവരും നല്ലതായിട്ട് സമയമൊക്കെ മാറ്റി വെച്ച് ഇവിടെ നിന്ന് ഒത്തിരി പ്രോഗ്രാമുകൾ ചെയ്തതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ ചീക്കുവിൻ്റെയും അഞ്ചിൻ്റെയും ആദിൻ്റെയും പിന്നെ ഞാൻ ലീനയുടെ പേരിൽ ഒത്തിരി നന്ദി പറയുന്നുണ്ട്.
എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ. എന്നോട് 2 വാക്ക് പറയാൻ പറഞ്ഞത്. 2 വാക്ക് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് ഒരു 10 പേരുടെ ഒരു പാർട്ടി വീട്ടിൽ ഓർഗനൈസ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ സ്ട്രെസ്സാണ്. നിങ്ങൾ ഇത്രയും പേര് വന്നിട്ടും ഞാൻ ആ സ്ട്രെസ് ഒരു നേരം പോലും അറിഞ്ഞില്ല. കാരണം ഇവരെന്നെ പറഞ്ഞു നീ ഒന്നും അറിയണ്ട, ഞങ്ങൾ ഏറ്റു. അതാണ് നമ്മുടെ ഫ്രണ്ട്സ്, ചങ്ക് ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച് ചങ്ക് ഫ്രണ്ട്സ്. താങ്ക് യു എവരിവൺ. ഒരാളെ എടുത്തു പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും പേരും ഞാൻ പറയണം. ഓരോരോ ഭാഗങ്ങളിൽ ഓരോരുത്തരായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു ഓരോ കാര്യങ്ങളിൽ. ഒരാളുടെ പേര് എനിക്ക് പറയണ്ട, ഞങ്ങളുടെ എക്സെപ്റ്റ് കാണിച്ചത്. ഇതാണ് ഹെച്ച്എഫ്, ബാക്കിയെല്ലാം സബ് ഷെഫാണ്. അപ്പൊ താങ്ക് യു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നവരുണ്ട്, സ്റ്റേജിൽ താഴെ ഇരിക്കുന്നവരും ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും എന്താ പറയാ, ഒരുപാട് നന്ദി. വാക്കുകളില്ല കേട്ടോ പറയാൻ. റിയലി താങ്ക് യു. ഇപ്പോൾ നമ്മുടെ രാമൻകാവ് കാറ്ററിംഗിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ പരിപാടിയിലേക്ക് അഞ്ജുവിന് ഒരു ബുക്കേ കൊടുക്കാൻ വേണ്ടി സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ഒരു ബുക്കേ, പൊന്നും, അതായത് സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ഒരു ബുക്കേ, അതായത് ഇതിലെ എല്ലാ ഭാഗങ്ങളും സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒരു ബുക്കേ പൊന്നും അഞ്ജുവിന് നൽകും. You really should appreciate this. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ബുക്കിനേക്കാളും എത്രയോ സുന്ദരമാണെന്ന് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. ഇതാണ് സ്നേഹം.